ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ഉലുവച്ചീരിയും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചപ്പാത്തിക്കും അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങിന് അതിൽ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികമൊന്നും വെന്തൊന്നും പോകണ്ട, ഒറ്റ വിസിൽ വെച്ചത് അപ്പം തന്നെ നമുക്ക് തുറന്ന് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി അതിവിടെ ഇരിക്കട്ടെ. നമുക്കിഞ്ഞ് നമ്മുടെ ഉലുവച്ചീരനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുക ആദ്യം തന്നെ. അതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഉലുവച്ചീരയാണെന്ന് വെച്ചിട്ട് നമുക്ക് കറിക്ക് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിനെയും ഇതാ അതുപോലെ ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മളുടെ സവോള ഇതുപോലെ നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ. പിന്നെ അത് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുമിൻ സീഡാണ് കേട്ടോ, നല്ല ജീരകം. അതേപോലെ തന്നെ കുറച്ച് ഫെനൽ സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിനിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോകുന്ന വരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അതിനെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ചേർക്കുന്ന കാരണം ഉലുവച്ചീരയ്ക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കേട്ടോ. മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉലുവച്ചീര ഉണ്ടല്ലോ, അതിനെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ. ഉലുവച്ചീരയ്ക്ക് അത്യാവശ്യം ഇത്തിരി വേവൊക്കെ ഉള്ളതാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കതിനെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഉലുവച്ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിൽ ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച ശേഷം 1 മിനിറ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ. 1 മിനിറ്റിന് ശേഷം നമ്മളുടെ ആലു മേത്തി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആലു മേത്തി കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അത് ഉണ്ടാക്കിയ ഉടനെ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല സ്വാദുണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഒരല്പം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.